നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കരിമണ്ണൂർ കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് അവാർഡ് വിതരണം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് വണ്ണപ്പുറം മണ്ഡലം കൺവെൻഷനും കുടുംബ സംഗമവും നടത്തി. VJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ ആദ്യ സ്മാർട്ട് കൃഷിഭവൻ വണ്ണപ്പുറത്ത് ഉദ്ഘാടനത്തിന് സജ്ജമായി. തൊടുപുഴ അൽ-അസർ ഡെന്റൽ കോളേജിന്റെ നേതൃത്വത്തിൽ ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന വനിതാ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് യാത്രയയപ്പ് നൽകുന്നതിന്റെ പേരിലും ജനപ്രതിനിധികൾ തമ്മിൽ ഭിന്നത. വാർത്തകൾ വിശദമായി. ഉന്നത വിജയം എന്നത് ഒന്നിന്റെയും അവസാനമല്ലെന്നും ജീവിതം മുഴുവൻ പരീക്ഷയാണെന്നും മത്സരബുദ്ധിയോടെ കാര്യങ്ങൾ ഗ്രഹിച്ച് ജീവിതത്തിൽ വിജയിക്കണമെന്നും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP കരിമണ്ണൂർ കരുണ ചാരിറ്റബിൾ സൊസൈറ്റി ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെറിറ്റ് അവാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ പ്രസിഡന്റ് KM മത്തച്ചൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ഫാദർ ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഉന്നത വിജയം എന്നത് ഒന്നിന്റെയും അവസാനമല്ലെന്നും ജീവിതം മുഴുവൻ പരീക്ഷയാണെന്നും മത്സരബുദ്ധിയോടെ കാര്യങ്ങൾ ഗ്രഹിച്ച് ജീവിതത്തിൽ വിജയിക്കണമെന്നും ഡീൻ കുര്യാക്കോസ് MP കരിമണ്ണൂരിൽ കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മെറിറ്റ് അവാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ നേടിയെടുത്ത ഈ വിജയം പത്തരമാറ്റ് തിളക്കം കൂടിയതാണ്. ഇന്ന് വരെ ജീവിതത്തിന്റെ ഒരു വലിയ കടമ്പയാണ് നിങ്ങൾ കടന്നിരിക്കുന്നത്. ഈ കടമ്പയിൽ നിന്നുകൊണ്ട് ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിപ്പോൾ നല്ല ആത്മവിശ്വാസം ലഭിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഈ ഉന്നത വിജയം നേടിയിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ഈ ഹാളിൽ കൂടിയിരിക്കുന്നത് ഓരോ ലക്ഷ്യവും മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണം നിങ്ങൾ ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് അതിന് പ്രോത്സാഹനം നൽകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ പിന്തുണയ്ക്കുകയും നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുമ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിൽ കരുതിയിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്കുള്ള കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ ഇന്നലെ വരെ ഏത് തരത്തിലാണോ നിങ്ങൾ പ്രവർത്തിച്ചത്, എത്രത്തോളമാണോ നിങ്ങൾ അധ്വാനിച്ചത്, എത്രത്തോളം ആത്മനിശ്ചയത്തോടു കൂടി ഏറ്റവും നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങൾ ഈ കാര്യങ്ങളെ കണ്ടിട്ടുണ്ടോ, അതെല്ലാം കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റാൻ, ഇരട്ടിയിലേറെ അധ്വാനിക്കാൻ ഒക്കെ തന്നെ നിങ്ങൾക്ക് ജഗദീശ്വരന്റെ സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 160-ലേറെ കുട്ടികൾ MPയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. പ്രസിഡന്റ് KM മത്തച്ചൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ രക്ഷാധികാരി ഫാദർ ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഞങ്ങൾ 10ാം ക്ലാസ് +2 കഴിഞ്ഞവരാണ്. നമ്മൾ വിദ്യ അഭ്യസിക്കുമ്പോൾ നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയും, എഡ്യൂക്കേഷൻ എന്ന് പറയില്ലേ. ദ ഹാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ദ എഡ്യൂക്കേഷൻ ഓഫ് ദ ഹാർട്ട് എന്നാണ് പറയുക. മാർക്കൊക്കെ കിട്ടുന്ന വളരെ നല്ല കാര്യമാണ്. പക്ഷെ മാർക്കൊക്കെ വാങ്ങി നമ്മൾ കൂടുതൽ പഠിച്ചു പോകുമ്പോൾ വികസിതമാകേണ്ടത് നമ്മുടെ ഹൃദയങ്ങളാണ്. ദ ഹാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ദ എഡ്യൂക്കേഷൻ ഓഫ് ദ ഹാർട്ട്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വികാസം, ഹൃദയം കൂടുതൽ സമ്പന്നമാകുന്നു, മറ്റുള്ളവരെ ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ ഹൃദയത്തിന് സാധിക്കുന്നു. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ റാഗിങ്ങും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തങ്ങളുടെ ഭാവിയൊക്കെ അപകടത്തിലാക്കി എത്രയോ പേരെ നമ്മൾ കാണുക എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ സന്തോഷിക്കുന്ന മനോഭാവങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നതിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ശരിയായ വിദ്യാഭ്യാസം എന്ന് പറയാൻ പറ്റില്ല. അത് വിദ്യാഭ്യാസമല്ല, അത് വിദ്യ ആഭാസമാണ്. വിദ്യയെ ഒരു ആഭാസമായി കരുതുമ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഇന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ ആളുകളുടെ അവരുടെ പ്രയത്നത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ വൈദ്യുതിയുണ്ട്, കറണ്ട്, ഇതെല്ലാം നമുക്കുള്ളത് മുഴുവനും നമുക്ക് മുൻപുള്ള തലമുറ നമുക്ക് നൽകിയതാണ്. അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ നാടിന്, ഈ ലോകത്തിന് കൊടുക്കേണ്ട സംഭാവന എന്താണെന്നറിയോ? നമ്മളിവിടെ വിട്ടു പോകുമ്പോൾ വരാൻ പോകുന്ന തലമുറയ്ക്ക് നമ്മുടേതായ സംഭാവനകൾ കൊടുക്കാനിടയാകണം.
പ്രോഗ്രാം കൺവീനർ മനോജ് കോക്കാട്ട്, നിസാമുൾ ഷാജി, ലിയോ കുന്നപ്പള്ളി, KV ദേവസ്യ, ബിസോയി ജോർജ്, PV ഡാമിയൻ, പ്രൊഫസർ ലൂയിസ് പാറത്താഴം, AO ചെറിയൻ, ജീസ് ജോസഫ്, KAJ ജോസഫ്, കൊച്ചുറാണി ജോസ്, ജോളി കൊല്ലിയിൽ എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കേരള കോൺഗ്രസ് വണ്ണപ്പുറം മണ്ഡലം കൺവെൻഷനും കുടുംബ സംഗമവും നടത്തി. യോഗത്തിൽ മുതിർന്ന പാർട്ടി പ്രവർത്തകരെ ആദരിച്ചു. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് സണ്ണി കളപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് വണ്ണപ്പുറം മണ്ഡലം കൺവെൻഷനും കുടുംബസംഗമവും മുതിർന്ന മുൻകാല പാർട്ടി പ്രവർത്തകരെ ആദരിക്കലും SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച പാർട്ടി അംഗങ്ങളുടെ മക്കളെ അനുമോദിക്കലും വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന, കഴിഞ്ഞ കോവിഡ് കാലത്തെല്ലാം രംഗത്ത് നിന്ന് പ്രവർത്തിച്ച ആശാ വർക്കേഴ്സിന് തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. അന്ന് കൂട്ടുന്നതിന് വേണ്ടി 109 ഇപ്പോൾ 110 ദിവസമായാണ് സമരം തുടങ്ങിയിട്ട്. അവരെ അവഗണിക്കുക, പുച്ഛിക്കുക, ഒരു നല്ല വാക്ക് പോലും പറയാൻ, ഒരു ചെറിയ ശതമാനം, ചെറിയ ശമ്പളം കൂടുതലെങ്കിലും അല്ലെങ്കിൽ ഹോണറേറിയം കൂടുതൽ കൊടുക്കാൻ തയ്യാറാക്കാത്തൊരു ഗവൺമെൻറ്റാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്നിപ്പം വയനാട്ടിൽ ദുരന്തമുണ്ടായിട്ട് ഇതുവരെ 700 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കിട്ടിയതാണ്. അവർക്കൊന്നും ഒരു വീട് പോലും വെച്ചു കൊടുക്കാൻ കഴിയാത്തൊരു ഗവൺമെൻറ്. മണ്ഡലം പ്രസിഡന്റ് സണ്ണി കളപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. ഒരു ഇടുക്കി പാക്കേജ് വാസ്തവത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അത് ആദ്യം പരിഗണിക്കാതിരുന്നതാണ്. നിരന്തരമായിട്ടുള്ള നമ്മുടെ പരിശ്രമ ഫലത്തിലൂടെയാണ് നമുക്ക് ആ ഇടുക്കി പാക്കേജ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതിന് വാസ്തവത്തിൽ ഇന്ന് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നത് ശ്രീ ശരത് പവാറിനെയാണ്. അദ്ദേഹമായിരുന്നു അന്നത്തെ കൃഷിമന്ത്രി. പ്രധാനമന്ത്രിയോട് സംസാരിച്ചിട്ട് അന്ന് മൻമോഹൻ സിംഗ് ആണ്, അദ്ദേഹം എന്നോട് ബുദ്ധിമുട്ട് പറഞ്ഞു. കാരണം ആദ്യം വിദർഭ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ 22 ജില്ലകളാണ് രാജ്യം തിരഞ്ഞെടുത്തത്. കേരളത്തിൽ കാസർഗോഡ്, പാലക്കാട്, വയനാട്, അങ്ങനെ 3 ജില്ലകളാണ് അന്ന് തിരഞ്ഞെടുത്തത്. അതിനപ്പുറം ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. അതേ സാഹചര്യം തന്നെയാണ് ഇടുക്കിയിലും. കാർഷിക പ്രശ്നങ്ങളും കർഷക ആത്മഹത്യയും ഒക്കെ ഇടുക്കിയിലുമുണ്ട്. അതുകൊണ്ട് ഇടുക്കിയെ കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം പറഞ്ഞു നമുക്ക് പിന്നീട് ആലോചിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനത് വിട്ടില്ല. ഞാൻ ശരത് പവാറിൻ്റെ പിന്നാലെ കൂടി അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിച്ചാണ് അന്ന് പ്രൊഫസർ MS സ്വാമിനാഥനെ ഇതിന് പഠനത്തിനായി കൃഷി മന്ത്രാലയത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് അന്ന് നിയോഗിച്ചത്. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്, സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്, വനിതാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇല്ലിക്കൽ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി MT ജോണി, സംസ്ഥാന ജനറൽ സെക്രട്ടറി M മോനിച്ചൻ, കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് MJ കുര്യൻ, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ രാജീവ് ഭാസ്കർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റെജി, KSC സംസ്ഥാന പ്രസിഡന്റ് ജോൺസ് ജോർജ്, ജില്ലാ കമ്മിറ്റി അംഗം ഷാജി ജോൺ ഉഴുന്നാലിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി സന്തോഷ്, മുൻ മണ്ഡലം പ്രസിഡന്റ് റെജി ബേബി, മണ്ഡലം വൈസ് പ്രസിഡന്റ് PA ദിവാകരൻ, മണ്ഡലം ട്രഷറർ റോയി കലറയ്ക്കൽ, പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം സണ്ണിച്ചൻ M സെബാസ്റ്റ്യൻ, യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റ് ബെസി UE ഉറുപ്പാട്ട്, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഇസബെല്ല ജോഷി, യൂത്ത് ഫ്രണ്ട് മണ്ഡലം സെക്രട്ടറി ലിജോ മറ്റം, റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ബോർഡ് മെമ്പർ പ്രഫുൽ ഫ്രാൻസിസ്, KSC ജില്ലാ ജനറൽ സെക്രട്ടറി അരവിന്ദ് ജോൺ പാലിയത്ത്, KSC ജില്ലാ വൈസ് പ്രസിഡന്റ് അദ്വൈത് ജോർജ് കല്ലത്ത്, മുള്ളരിങ്ങാട് 17ാം വാർഡ് പ്രസിഡന്റ് ജോൺസൺ മോളത്ത് എന്നിവർ സംസാരിച്ചു. അവരവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് റബ്ബറിന് 250 രൂപ തറവില. ഐക്യനാദിത്യ മുന്നണിയാണ് ആദ്യം പറഞ്ഞത്. അത് കണ്ട് കോപ്പി അടിച്ചാണ് അവരുടെ പ്രകടന പത്രികയിൽ കയറ്റിയിട്ടത്. അവിടെ ഇരിക്കുന്ന ആ ഒരു കേരള കോൺഗ്രസിന്
അവരുടെ ക്യാബിനറ്റിലോ അവരുടെ മുന്നണി യോഗങ്ങളിലോ ഇത് ഉറക്കെ ചോദിക്കാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള നട്ടലുണ്ടോ? ശ്രീ റോഷി അഗസ്റ്റിൻ കൈയാളുന്ന വകുപ്പ് നമ്മൾ കണ്ടതാണ് ഈ ഇവിടെ മലങ്കരയിൽ ആ ഒരു ബഫർ സോൺ നിയമം, അതായത് ജലവകുപ്പിൻ്റെ കീഴിലുള്ള ക്യാച്ച്മെന്റ് ഏരിയ, തടാകങ്ങളുടെ ചുറ്റും താമസിക്കുന്ന ആളുകളെ ബാധിക്കുന്ന ബഫർ സോൺ നിയമം, അവിടെ നിർമ്മാണങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള നിയമം കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന 4 പഞ്ചായത്തുകളെ ബാധിക്കുന്ന നിയമമാണ്. ചോദിച്ചപ്പം അദ്ദേഹം അതേക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ആരും ആശങ്കപ്പെടേണ്ട എന്ന് പറഞ്ഞത് പിന്നീട് മോൻസ് ജോസഫും പ്രതിപക്ഷ നേതാവും നമ്മുടെ അസംബ്ലിക്കകത്തിരുന്ന് നിയമസഭയിലിരുന്ന് ഇതിനെതിരെ ശക്തിയുക്തം പ്രസംഗിച്ച് ആ സെഷനിൽ വെച്ച് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയെ കൊണ്ട് ഉത്തരവ് പിൻവലിപ്പിക്കുകയാണ് ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. തൊടുപുഴ അൽ-അസർ ഡെന്റൽ കോളേജിന്റെ നേതൃത്വത്തിൽ ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി. മങ്ങാട്ടുകാവിലിൽ നിന്നും ആരംഭിച്ച മിനി മാരത്തോൺ തൊടുപുഴ സബ് ഇൻസ്പെക്ടർ NS റോയ് ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് സംഘടിപ്പിച്ച യോഗം കോളേജ് ചെയർമാൻ KM മൂസ ഉദ്ഘാടനം ചെയ്തു. ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ RB വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജോബി പൗലോസ് പുകയില വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തൊടുപുഴ അൽ-അസർ ഡെന്റൽ കോളേജിൽ ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു. ഇതിനു മുന്നോടിയായി മങ്ങാട്ടുകവലിൽ നിന്നും അൽ-അസർ ക്യാമ്പസിലേക്ക് മിനി മാരത്തോൺ നടത്തി. തൊടുപുഴ സബ് ഇൻസ്പെക്ടർ NS റോയി ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് കോളേജിൽ സംഘടിപ്പിച്ച യോഗം കോളേജ് ചെയർമാൻ KM മൂസ ഉദ്ഘാടനം ചെയ്തു. എത്ര നമ്മുടെ കൂട്ടുകാരിയായാലും ഈ ദിനം നമ്മൾ ഓർത്തുകൊണ്ട് ഇനി മുതൽ ഒരു ലഹരിയിലേക്ക്, ഈ മഹാവിപത്തിലേക്ക് ഞാൻ പോവുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ആദ്യം ഒരു സിഗരറ്റിലാണ് ഞാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ നോ പറഞ്ഞപ്പോൾ പിന്നീട് എല്ലാ ലഹരിയുടെ ജീവിതത്തിലേക്ക്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പിന്നീട് നമുക്ക് കടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മദ്യവും കഞ്ചാവും മറ്റും സിന്തറ്റിക് ഡ്രഗുകളുമായി നമ്മുടെ വഴി തുറക്കപ്പെടുകയാണ്. ആ മഹാവിപത്തിനെ നമുക്ക് ഒരുമിച്ച് ഇന്ന് ഇവിടെ നിലകൊള്ളേണ്ട സമയമാണ്. ആരോഗ്യമുള്ള നാളേക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ടുബാക്കോ എന്ന ഒന്നിനെ നമുക്ക് ഇന്ന് മുതൽ അകറ്റി നിർത്താം. നമുക്ക് കൂട്ടായി പ്രയത്നിക്കാം. ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ RB വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. അൽ-അസർ ഗ്രൂപ്പ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഡ്വക്കേറ്റ് താജുദ്ദീൻ സംസാരിച്ചു. ഡോക്ടർ ജോബി പൗലോസ് പുകയില വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി നൽകി. മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും പ്രതിജ്ഞ ഏറ്റുചൊല്ലി. പുകയില ഉപയോഗത്തിന്റെ അപകടങ്ങൾ എടുത്തു കാണിക്കുന്ന 2ാം വർഷ വിദ്യാർത്ഥികളുടെ മിമിക്രി പ്രകടനവും ഉണ്ടായിരുന്നു. പൊതുജനാരോഗ്യ ദന്ത ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ പ്രിജിത അലക്സ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും കാലിക്കറ്റ് യങ് സീനിയേഴ്സ് ഫൗണ്ടേഷനും സംയുക്തമായി യങ് സീനിയേഴ്സ് മീറ്റപ്പ് സംഘടിപ്പിച്ചു. മീറ്റപ്പിന്റെ ഭാഗമായി സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷൻ, ഡിസ്കഷൻസ്, ഗെയിംസ്, ആക്ടിവിറ്റീസ് എന്നിവ സംഘടിപ്പിച്ചു. സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരുടെയും വയോജനങ്ങളുടെയും ഉന്നമനവും ക്ഷേമവും മുൻനിർത്തി പ്രവർത്തിച്ചു വരുന്ന കാലിക്കറ്റ് യങ് സീനിയേഴ്സ് ഫൗണ്ടേഷനും തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും സംയുക്തമായി യങ് സീനിയേഴ്സ് മീറ്റപ്പ് സംഘടിപ്പിച്ചു. മീറ്റപ്പിന്റെ ഭാഗമായി സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷൻ, ഡിസ്കഷൻസ്, ഗെയിംസ്, ആക്ടിവിറ്റീസ് എന്നിവ സംഘടിപ്പിച്ചു. കൂടാതെ എല്ലാ മാസവും ഓരോ ഇവന്റുകളും ഗെറ്റ് ടുഗദർ പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് യങ് സീനിയേഴ്സ് ഫൗണ്ടേഷന്റെ മീറ്റപ്പ് നടത്തുകയാണ്. ഞങ്ങൾ യങ് സീനിയേഴ്സ് ഫൗണ്ടേഷൻ കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വയോജന വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഞങ്ങൾ കേരളത്തിലുടനീളം മുതിർന്നവർക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാംസ് അവതരിപ്പിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തൊടുപുഴയിൽ ഈ പ്രോഗ്രാം ഞങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മുതിർന്നവർക്ക് സൗജന്യമായിട്ടുള്ള ഡോക്ടർ കൺസൾട്ടേഷനും അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ സെഷൻസും അവർക്കുള്ള ഗെയിംസ്, ആക്ടിവിറ്റീസ് എല്ലാമായി അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ എല്ലാ മാസവും ഒരു ഇവൻ്റ് വെച്ച് ഞങ്ങളിവിടെ ബേബി മെമ്മോറിയലിൽ നടത്താൻ ഇപ്പോൾ കറൻ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ പല ഏരിയകളിൽ സീനിയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗെറ്റ് ടുഗദറുകളും അവർക്കുള്ള കമ്പാനിയൻഷിപ്പ് പ്രോഗ്രാംസും പിന്നെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള വെൽഫെയർ പ്രോഗ്രാമുകളും ഞങ്ങൾ യങ് സീനിയേഴ്സ് ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട്. ഇനി കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും ഇത് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങളിപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ആദ്യ സ്മാർട്ട് കൃഷിഭവൻ വണ്ണപ്പുറത്തെ ഉദ്ഘാടനത്തിന് സജ്ജമായി. സംസ്ഥാന സർക്കാർ നബാർഡിന്റെ ധനസഹായത്തോടെ സാക്ഷാത്കരിച്ച പദ്ധതിയായ വിത്തിൽ നിന്ന് വിപണിയിലേക്ക് ഒരു കുടക്കീഴിൽ എല്ലാ സേവനങ്ങളും എന്ന ആശയമാണ് കർഷക സമൂഹത്തിനായി പ്രാവർത്തികമാക്കുന്നത്.
ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്മാർട്ട് കൃഷിഭവൻ കാർഷിക സേവനങ്ങൾക്കായി സമഗ്രമായി രൂപകൽപ്പന ചെയ്തതാണ്. ട്രെയിനിങ് ഹാൾ, ഇക്കോ ഷോപ്പ്, പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്, ബയോ ഫാർമസി, ഫ്രണ്ട് ഓഫീസ് എന്നിവയാണ് കൃഷിഭവനിലെ പ്രധാന സൗകര്യങ്ങൾ. വണ്ണപ്പുറത്തെ കർഷകരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം കണക്കിലെടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ഉദ്ഘാടനത്തിനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുവെന്നും കൃഷിഭവൻ അധികൃതർ അറിയിച്ചു. ചാവറ മാട്രിമോണിയുടെ തൊടുപുഴയിലെ പുതിയ നവീകരിച്ച ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി റോഡിൽ തെക്കേടത്ത് റിവ ആർക്കേഡിൽ ചാവറ മാട്രിമോണിയുടെ ഓഫീസ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കേരള ലേബർ മൂവ്മെന്റ് സംസ്ഥാന ഡയറക്ടർ ഫാദർ അരുൺ വലിയതാഴത്ത് ആശീർവാദം നിർവഹിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക്, ചാവറ മാട്രിമോണി ഡയറക്ടർ ഫാദർ അനിൽ പുതുപ്പറമ്പിൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺസൺ C. എബ്രഹാം തുടങ്ങി നിരവധി ആളുകൾ സന്നിഹിതരായിരുന്നു. ചാവറയെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു വർഷം മാട്രിമോണി 30ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന് പുറത്തും വിദേശത്തുമുള്ള മലയാളികൾക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക്, ക്രൈസ്തവ കുടുംബങ്ങൾക്ക് നല്ലൊരു ജീവിതം, അവരുടെ മക്കൾക്ക് ഒരു നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ചാവറ മാട്രിമോണിയിലൂടെ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ 30ാമത്തെ ബ്രാഞ്ച് അടുത്ത വർഷം 30ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ 30ാമത്തെ ബ്രാഞ്ച് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ ജൂലൈ 12-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ചാവറ മാട്രിമോണിയുടെ പ്രവർത്തനങ്ങൾ 30 വർഷത്തിലേക്ക് കടക്കുകയാണ്. ഏകദേശം 2 ലക്ഷത്തോളം കുടുംബങ്ങളെ രൂപീകരിക്കാനായിട്ട് ചാവറ മാട്രിമോണിക്ക് സാധിച്ചിട്ടുണ്ട്. മാട്രിമോണിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺസൺ C. എബ്രഹാമാണ് 2 ലക്ഷത്തിലധികം കുടുംബങ്ങളെ രൂപീകരിക്കുവാനായിട്ട് ചാവറ മാട്രിമോണിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കർത്താവായ ദൈവമേ, അങ്ങേ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്ഥാപനം അവിടുന്ന് ഈ സമയം ആശീർവദിക്കണമേ. ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും ആധ്യാത്മികവും ശാരീരികവുമായ വരദാനങ്ങൾ നൽകി ധന്യരാക്കണമേ. നിസ്വാർത്ഥമായ സേവനത്തിലൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് കഴിയണമേ. അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ. പരസ്പര സ്നേഹത്തിലും നീതിയിലും സത്യത്തിലും വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബജീവിത വഴികളിലേക്ക് ചുവടുവെക്കുന്ന എല്ലാ മക്കളെയും കൂടുതൽ സ്നേഹത്തിൽ ഒന്നായി മുൻപോട്ട് പോകുവാൻ ഈ ആലയം ഇടയാക്കി തീർക്കട്ടെ. അങ്ങയുടെ നിരന്തര സംരക്ഷണവും കരുതലും ഈ ആലയവും ഇതുമായി ബന്ധപ്പെടുന്നവർക്ക് ലഭിക്കുമാറാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മെല്ലാവരോടും ഈ സ്ഥാപനത്തോടും ഇതിന്റെ പ്രവർത്തനങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ചവറ കൾച്ചറൽ സെന്ററിൻ്റെ ഏറ്റവും നല്ല നല്ല പ്രവർത്തനങ്ങൾ നോക്കിക്കണ്ടിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. കൊച്ചിയിലെ സെൻറ്ററിൽ 1-2 പ്രാവശ്യം വരാനും ഇവിടുത്തെ പ്രോഗ്രാമുകളിലൊക്കെ നേരിട്ട് പങ്കെടുക്കാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ചവറ മാട്രിമോണി ഏറ്റവും നല്ല ഫോളോ അപ്പ് നടത്തുന്ന, എന്ന് വെച്ചാൽ ഇക്കാര്യങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നല്ല കുടുംബങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള ഇടപെടൽ സഹായങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിൽ ധാരാളം ചെറുപ്പക്കാർക്ക്, എന്ന് വെച്ചാൽ ഇക്കാര്യത്തിൽ ജീവിതമാർഗം എത്തി നിൽക്കുന്ന ചെറുപ്പക്കാരെ വൈവാഹിക ജീവിതത്തിൽ പ്രേരണ കൊടുക്കുവാനും അതിന് നല്ല തരത്തിലുള്ള പിന്തുണ കൊടുക്കുവാനും ഒക്കെ സഹായിക്കട്ടെ. അതുവഴി നമ്മുടെ നാടിൻ്റെ നല്ല നിലയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്ന, അല്ലെങ്കിൽ കുടുംബങ്ങളുടെ ആ ഒരു തരത്തിലുള്ള പുരോഗതി അതിലേക്ക് വഴിവെക്കട്ടെ എന്ന് സൂചിപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ കാലത്തെ ഒരു വിശ്വാസ്യതയുടെ നിറകുടമായി നിൽക്കുന്ന ചാവറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാം മനസ്സിൽ വരുന്ന ഒരു കാര്യം ചാവറ പിതാവിനെയാണ് മനസ്സിലോളം വരുന്നത്.
ഓരോ മേഖലയിലും തനതായ മുദ്ര പതിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തായാലും അങ്ങനെ നിരവധിയായ മേഖലകളിലൂടെ ചാവറയുടെ ഒരു കൊണ്ടയോട്ടം തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഓരോ മേഖലയിലും ഏറ്റവും അധികം വിശ്വാസ്യത പുലർത്തുകയും അതുപോലെ സ്വീകാര്യത നേടിക്കൊണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ ഓരോ മേഖലയ്ക്കും നിരവധിയായ നന്മകളും സേവനങ്ങളും ഉയർച്ചകളും ഒക്കെ നൽകുന്ന ചാവറ മാട്രിമോണിയുടെ ഈ ഒരു കടന്നുവരവ് തൊടുപുഴ നഗരസഭയെ സംബന്ധിച്ച് തീർച്ചയായും അത് ഏറ്റവും സ്വാഗതാർഹമാണ്. ഹായ് എവ്രിവൺ, ദിസ് ഇസ് ലിൻ തോമസ് ആൻഡ് ഡോക്ടർ ഹന്ന മരിയ. വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ വലിയൊരു സ്വപ്നമാണ്. സോ ഞങ്ങളുടെ സ്വപ്നങ്ങളെ ചേർത്ത് വെച്ച ചാവറ മാട്രിമണിക്ക് ഒരുപാട് നന്ദി. വളരെ എക്സലന്റ് ആയിട്ടുള്ള സർവീസ് ആയിരുന്നു. ത്രൂഔട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അവരുടെ കസ്റ്റമർ സപ്പോർട്ട് ആണെങ്കിലും ത്രൂഔട്ട് നമുക്ക് ആ ഒരു പീരീഡ് നമുക്ക് കിട്ടിയിരുന്നു. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ചാവറ മാട്രിമണി ഫോർ ബീയിങ് ആൻ ഇൻസ്ട്രുമെന്റ് in finding a beautiful soulmate. Once again, thank you so much. ChavraMatrimony.com. ഞങ്ങളുടെ മോൻ്റെ കല്യാണം ആലോചിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ചാവറയിൽ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. ചാവറയിൽ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചാവറയിൽ കൊടുത്ത് ആണ് എൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണം നടന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചാവറയിൽ തന്നെ പാലായിൽ ഞങ്ങൾ പോയി രജിസ്റ്റർ ചെയ്തത്. ഓസ്ട്രേലിയയിലായിരുന്നു മോൻ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഓസ്ട്രേലിയയിലുള്ള കേസാണ് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചത്. അപ്പോൾ അതിനാ ചാവറ ആകുമ്പോൾ ഇതെല്ലാം വരുന്നതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. നേഴ്സുമാരുടെ കേസ് വന്നപ്പോഴത്തേക്കും മോനോട് താല്പര്യമുള്ളവങ്ങളും മോനും നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മോനെ ഇത് കണ്ടപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ താല്പര്യമുള്ള കേസ് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത പ്രദേശത്താണ് തൊടുപുഴ എന്നാണ്. അവരും ചാവറ ചെയ്തായിരുന്നു. അവർ ചെയ്തിട്ട് അവരും നോക്കിയപ്പോൾ അവർക്കും താല്പര്യം പറഞ്ഞു. പിന്നെ അവർ തമ്മിൽ സംസാരിച്ചു. അവർക്ക് താല്പര്യം ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അവർക്ക് രണ്ടുപേർക്കും താല്പര്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ച് കല്യാണം നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊടുത്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ ചേട്ടന്മാരുടെയും മക്കളെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഏതാണ്ട് നല്ല കല്യാണ കേസുകളിലായിട്ടുണ്ട്. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു മോളെ കിട്ടി. അവരും ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന വനിതാ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് യാത്രയയപ്പ് നൽകുന്നതിന്റെ പേരിലും ജനപ്രതിനിധികൾ തമ്മിൽ ഭിന്നത. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ യാത്രയയപ്പ് നൽകാനാവില്ല എന്ന നിലപാട് സ്വീകരിച്ചു. തൊടുപുഴയ്ക്ക് സമീപം കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലാണ് വിചിത്രമായ സംഭവങ്ങൾ നടന്നത്. സംഘർഷമുണ്ടാകുമെന്ന് വനിതയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചതിനെ തുടർന്ന് വൻ പോലീസ് സന്നാഹവും ഇവിടെ ഒരുക്കിയിരുന്നു. ഏതാനും ജനപ്രതിനിധികൾ ചേർന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷേർലി ജോണിന് യാത്രയയപ്പ് നൽകി. സർക്കാർ നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥയ്ക്കാണ് ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടായതെന്ന് പൊതുജനവും പറയുന്നു. 3 പതിറ്റാണ്ടിലേറെ സർക്കാരിനെ സേവിച്ച വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് യാത്രയയപ്പ് നൽകാൻ പോലീസ് സംരക്ഷണം ആവശ്യമായി വന്നു. ജനാധിപത്യത്തിലെ പുഴുക്കുത്തുകളിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. സർക്കാർ സേവനം അവസാനിപ്പിക്കുമ്പോഴും സർക്കാർ സേവികയോട് ജനപ്രതിനിധികൾക്കുള്ള വിരോധം അവസാനിക്കുന്നില്ല. തൊടുപുഴയ്ക്ക് സമീപം കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ യാത്രയയപ്പിലാണ് ജനങ്ങളെ ഭീതിയിലാക്കുന്ന രീതിയിലുള്ള പോലീസ് സാന്നിധ്യം കണ്ടത്. യുദ്ധമുഖത്തെ പോലെ കെട്ടിടങ്ങൾക്ക് മുകളിലും പോലീസിനെ വിന്യസിച്ചിരുന്നു. തോക്കുധാരികൾ ഇല്ലെന്ന് മാത്രം. സെക്രട്ടറിക്ക് യാത്രയയപ്പ് നൽകാനാവില്ല എന്ന നിലപാട് കോൺഗ്രസിലെയും CPM-ലെയും ഏതാനും മെമ്പർമാർ സ്വീകരിച്ചതോടെയാണ് വനിതാ സെക്രട്ടറിയുടെ യാത്രയയപ്പ് പോലീസ് കാവലിൽ നടന്നത്. 35 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി ഷേർലി ജോണിനാണ് പോലീസ് കാവലിൽ യാത്രയയപ്പ് നൽകിയത്. കഴിഞ്ഞ 5 വർഷമായി ഷേർലി ജോൺ കുമാരമംഗലം പഞ്ചായത്ത് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് വിരമിക്കുന്നത്. ഈ 5 വർഷത്തിനുള്ളിൽ പഞ്ചായത്ത് സെക്രട്ടറിയും ഭരണസമിതിയും സ്വരച്ചേർച്ചയിലായിരുന്നില്ല. കുമാരമംഗലം പഞ്ചായത്തിലെ 13 മെമ്പർമാരിൽ 3-4 മെമ്പർമാർ മാത്രമായിരുന്നു സെക്രട്ടറിക്ക് അനുകൂലമായി ഉണ്ടായിരുന്നത്. പഞ്ചായത്ത് ഓഫീസ് സ്റ്റാഫുകളും സെക്രട്ടറിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളിൽ സെക്രട്ടറി തടസ്സം നിൽക്കുന്നു എന്ന് മെമ്പർമാരും മെമ്പർമാരുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് ശത്രുതയ്ക്ക് കാരണമെന്ന് സെക്രട്ടറിയും വാദിക്കുമ്പോൾ ഈ ശീതസമരത്തിന്റെയും ശത്രുതയുടെയും യഥാർത്ഥ കാരണം മനസ്സിലാക്കി ഇരുകൂട്ടരെയും സമവായത്തിലെത്തിച്ച് യോജിപ്പിച്ചു കൊണ്ടുപോകുവാൻ ആർക്കും സാധിച്ചില്ല എന്നതാണ് പഞ്ചായത്തിന്റെ പോരായ്മ. എന്നാൽ ഈ ശീതസമരത്തിനിടയിലും പഞ്ചായത്തിൽ ഓരോ കാര്യങ്ങൾക്ക് എത്തുന്ന
പൊതുജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് യാതൊരു തടസ്സവും താമസവും ഉണ്ടായിരുന്നില്ലെന്നും ജനങ്ങൾ പറയുന്നു. 5 വർഷത്തിനിടയിൽ തനിക്കെതിരെ നടന്ന നിരവധി സമരങ്ങളാണ് ഷേർലി ജോൺ കൂസലിനെ അഭിമുഖീകരിച്ചത്. ഒരുപക്ഷെ തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ അവസാന വർഷങ്ങൾക്കൊടുവിലാണ് സെക്രട്ടറിക്ക് പോലീസ് സാന്നിധ്യത്തിൽ വിരമിക്കൽ ആദരവ് ഏറ്റെടുക്കേണ്ടി വന്നത്. മാനസിക സമ്മർദ്ദങ്ങൾക്കിടയിലും തന്റെ ഡ്യൂട്ടി പരമാവധി നീതിയുക്തമായി നിർവഹിക്കുവാൻ സാധിച്ചിരുന്നുവെന്ന് വിരമിക്കൽ ചടങ്ങിൽ സെക്രട്ടറി പറഞ്ഞു. 34 വർഷവും 5 മാസവും സേവനമുണ്ട്. 91-ലാണ് ഞാൻ സർവീസിൽ കയറുന്നത്. ഞാനിന്ന് മലപ്പുറം ജില്ലയിൽ താലൂക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് സർവീസിൽ കയറുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഒരു നല്ലൊരു പ്രവർത്തനം എനിക്ക് സർവീസിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല എൻ്റെ മനസ്സാക്ഷിക്ക് അനുസരിച്ചുള്ള, അതായത് ശരിയാണെന്ന് തോന്നുന്നത് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ എൻ്റെ സർവീസിൽ ഇരിക്കുമ്പോൾ സർക്കാരിനോട് ഒരു സേവനം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്. ഞാൻ കുമാരമംഗലം പഞ്ചായത്തിൽ വന്നിട്ട് 5 വർഷമായി. ഈ 5 വർഷക്കാലം നല്ലൊരു സേവനം എനിക്ക് ജനങ്ങൾക്ക് നൽകാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊറോണയുടെ സമയത്താണ് ഞാനിവിടെ വരുന്നത്. അന്ന് എല്ലാ ആളുകളെയും അന്ന് പഞ്ചായത്തിന് സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ സ്ഥിതിയിലായിരുന്നു. പക്ഷേ അന്ന് മുതൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റേതായ ഒരു സ്നേഹം എനിക്ക് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ലഭിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് ഇവിടുത്തെ എല്ലാം ശോചനീയമായ രീതിയിലായിരുന്ന സ്കൂളുകളാണെങ്കിലും എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി. 3 സ്കൂളുകളുണ്ട്. അതിന്ന് നമ്മുടെ പ്രൈവറ്റ് സ്കൂളിനെ കിടപിടിക്കുന്ന രീതിയിലാക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിനൊരു കെട്ടിടം MCF പണിയാനൊരു ഇതില്ലായിരുന്നു, കെട്ടിടം പണിയാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കുമാരമംഗലം പഞ്ചായത്തിൻ്റെ ഹൃദയ ഭാഗമായ MEPയുടെ കനാൽ ഭാഗം നമ്മൾ ഒരു 25 സെൻറ്റോളം സ്ഥലം നമ്മൾ കൃഷി ആവശ്യത്തിനും സ്നേഹാരാമത്തിനും വേണ്ടിയിട്ടും പിന്നെ ടേക്ക് എ ബ്രേക്ക് എന്ന കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ MCF പണിയുന്നതിനും ആയിട്ട് നമ്മുടെ MEPയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അത് 2 വർഷം 3 വർഷം നീണ്ട കടലാസുകൾ, എഴുത്തുകൂത്തുകളുടെ ഒടുവിലാണ് നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം കളക്ടർ നമുക്ക് സ്ഥലം ഏറ്റെടുത്ത് തരുന്നത്. അപ്പോൾ അവിടെ പണി പൂർത്തിയായി. അത് പൂർത്തീകരിച്ചിട്ട് പോകാനൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഏകദേശം 90% പൂർത്തിയായി. അതിന് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഞാൻ വന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഹരിതകർമ്മസേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സപ്പോർട്ടാണ്. ഞാൻ വരുമ്പോഴത്തേനും 3 ഹരിതകർമ്മസേനാംഗങ്ങളും ഏതാണ്ട് 1500 രൂപയോളമായിരുന്നു വരുമാനമുള്ളത്. എൻ്റെ നിരന്തരമായ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് 25 ഹരിതകർമ്മസേനാംഗങ്ങളാക്കി നല്ലൊരു രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചു. അതായത് ഇന്ന് സർക്കാർ ഈ കൊണ്ടുവരുന്ന ഈ നടപടികൾക്ക് മുമ്പ് തന്നെ നമ്മൾ കുമാരമംഗലം പഞ്ചായത്ത് ആ നടപടികൾ സ്വീകരിക്കുകയും നമ്മൾ വ്യക്തിപരമായ നോട്ടീസ് നൽകുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ അകത്ത് പ്രത്യേക അഭിനന്ദനം നമുക്ക് ചീഫ് സെക്രട്ടറി ശാരദാ മാഡത്തിൻ്റെ അടുത്ത് ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 25 പേർക്കും ഏകദേശം എല്ലാവർക്കും തന്നെ 10,000 രൂപയോളം വരുമാനമുണ്ട്. നല്ലൊരു സ്ഥിതിയിലാണ് നമ്മുടെ ഹരിതകർമ്മസേന പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടറിയും പഞ്ചായത്ത് ഭരണസമിതിയും തമ്മിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിരമിക്കൽ ചടങ്ങിന് പോലീസ് കാവൽ ഏർപ്പെടുത്തേണ്ടി വന്നത്. ചടങ്ങിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഭൂരിപക്ഷം മെമ്പർമാരും വിട്ടുനിന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു ഷാജി, വാർഡ് മെമ്പർമാരായ ഉഷ രാജശേഖരൻ, അലി എന്നിവർ ചേർന്ന് സെക്രട്ടറിക്ക് പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു. ഈ ഭരണസമിതി വന്ന ഏതാണ്ട് ഒരു 4 വർഷം തികയാണ്. അപ്പം ഞങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് അന്നോട്ട് ഷേർലി എന്ന് പറയുന്ന സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നു. പഞ്ചായത്തിൻ്റെ നാനാമുഖമായ വികസനത്തിനും പല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഉപദേശം തരികയും പല വികസന പ്രവർത്തനം നടത്താൻ സെക്രട്ടറി സാധിച്ചിട്ടുണ്ട്. ഇവിടെ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ UDFൽ വന്ന ഭിന്നത കൊണ്ട് പല വിഷയങ്ങളായി തമ്മിൽ ചേരിയിരുന്ന് അടിക്കുകയും പല വിഷയങ്ങൾ ഉണ്ടാക്കുകയും പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പിലേക്ക് ഇത്ര സംവിധാനം എത്തിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് അഭിമാനത്തോടെ പറയാമെന്ന് എനിക്കും ഉഷമക്കും ബ്ലോക്കും പറഞ്ഞു. എൻ്റെ സ്കൂളിൽ എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് കറയ LP സ്കൂളിലേക്ക് ഒരു 24 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കി ആ സ്കൂൾ നല്ല മെച്ചാക്കാൻ ഉഷോമർ അതിനെപ്പറ്റി പറയും. എല്ലാ രീതിയിലും സഹായിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന വിഷയങ്ങളെന്നാലും ഇതുണ്ടാകുമ്പോൾ ഭരണ മുരടിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തമ്മിൽ തല്ലുകയും പഞ്ചായത്ത് ഹാളിൽ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ തമ്മിൽ ഗ്ലാസുകൾ എറിയുകയും പരസ്പരം തെറി വിളിക്കുകയും ഇവിടെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു വെറ്ററിനറി ഡോക്ടർ നല്ലൊരു മനുഷ്യരാണ്, അദ്ദേഹം ഗസറ്റ് ഓഫീസറാണ്,
അയാൾ അസഭ്യം പറഞ്ഞ് അയാളെ മാനസികമായി പീഡിപ്പിച്ച് ഇവിടുന്ന് ജോലിയിൽ നിന്ന് പുറത്തു വിടുകയും അതുകൂടെ അവർ കൃഷി ഓഫീസർ ഇരുന്നു. കൃഷി ഓഫീസർ റഷീദ മേഡം എന്നാണ് എന്നെ വിളിച്ച് പല പരാതി പറഞ്ഞു. അതിനു മുമ്പ് സീന എന്ന് പറഞ്ഞ അവരെ ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വികസനം ഇപ്പോൾ നടന്നുകൊണ്ട് ഇപ്പോൾ വർഷങ്ങളോളം സത്യത്തിൽ ഈ ഫ്രണ്ടിൽ കാണുന്ന കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന സംഭവം കഴിഞ്ഞു. ടേക്ക് എ ബ്രേക്ക് എന്നുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കൂടെ DPCക്ക് വിട്ടുകൊടുക്കുന്ന പഞ്ചായത്തിൽ ഫണ്ട് അനുവദിച്ച് ഇതിൻ്റെ വികസനം നടത്തുന്ന കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഒരു വിഭാഗം മെമ്പർമാരും ചേരി തിരിഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ ഈ പോലീസ് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു ഉദ്യോഗസ്ഥ ഒരു 5 വർഷം അവരുടെ സേവനം അനുസരിച്ച് പോകുമ്പോൾ നല്ല രീതിയിൽ പിരിഞ്ഞു വരുന്ന ഒരു സംഭവത്തിലേക്ക് 100 കണക്കിന് പോലീസിനെ ഇവിടെ നിർത്തിക്കൊണ്ട് ഈ കോപ്രായം കാണിക്കാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ DSPക്ക് പരാതി കൊടുക്കുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നിച്ച് ചെയ്യുന്നാലാണ് ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളായിരുന്നു. ഇപ്പോൾ ചീഫ് സെക്രട്ടറി കൊടുക്കാൻ മുഖ്യമന്ത്രി എന്ത് ചെയ്യും? അപ്പോൾ ഇതിന്റെ എല്ലാ നൂലാമാലകളും ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാനുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിഷയങ്ങളെല്ലാം ടേക്ക് എ ബ്രേക്ക് ആണെങ്കിലും ഇപ്പോൾ MCF ഇവിടെ പണിയുന്നുണ്ട്. ഇതിന്റെ കാര്യത്തിലൊക്കെ സെക്രട്ടറി ഇവിടുത്തെ ഉദ്യോഗസ്ഥരെടുത്ത കഴിവ് പ്രത്യേകതയാണ്. അതിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സെക്രട്ടറി 35 വർഷത്തെ സേവനങ്ങൾക്ക് ശേഷം അതിൽ 6 വർഷക്കാലം നമ്മുടെ കുമാരമംഗലം പഞ്ചായത്തിൽ തന്നെയായിരുന്നു. എൻ്റെ കഴിഞ്ഞ ഭരണകാല സമയത്താണ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. ഷേർലി ജോൺ എന്ന സെക്രട്ടറിയാണ് ഇവിടെ വരുന്നതെന്ന് അന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പം എല്ലാവർക്കും സന്തോഷമായിരുന്നു. നല്ലൊരു സെക്രട്ടറിയാണ്. ഞങ്ങളുടെ എല്ലാവിധ പുരോഗതിയിലും അദ്ദേഹം ഞങ്ങളെ സഹായിക്കും. എല്ലാം നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും എന്ന് പൊതുവെ പുറത്തുനിന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. അതിൽ ഞങ്ങൾ അന്നത്തെ ഭരണസമിതി വളരെയേറെ സന്തോഷിച്ചു. ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ 3 സ്കൂളുകളുണ്ട്. സ്കൂളുകളിലേക്കുമുള്ള ഫണ്ടുകൾ വയ്ക്കുകയും അവിടെ എല്ലാവിധ പണികളും നടത്തി ഒരു പ്രൈവറ്റ് സ്കൂളിനേക്കാൾ നല്ല രീതിയിലാക്കി നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകൾ. അതോടൊപ്പം നമുക്ക് MCF പഞ്ചായത്തിൽ ഒരു MCF ഇല്ല. അത് കാരണം കൊണ്ട് നമ്മൾ എപ്പോഴും ഇതിനൊക്കെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ലൊരു MCF പണിയുന്നതിനായിട്ട് നമുക്ക് MDIPയുടെ സ്ഥലം വിട്ടുകിട്ടില്ലായിരുന്നു. ആ MCFിൻ്റെ സ്ഥലം വിട്ടുകിട്ടുന്നതിന് നമുക്കൊരു 8 സെൻറ്റ് സ്ഥലം MCFിൻ്റെ വിട്ടുകിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി അതിൻ്റെ പുറകെ അക്ഷീണ യത്നം നടത്തിയ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഈ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. കാരണം സെക്രട്ടറിയുടെ ഒറ്റയാളുടെ കഴിവുകൊണ്ട് മാത്രമാണ് നമുക്ക് MCFിൻ്റെ 8 സെൻറ്റ് സ്ഥലം കിട്ടിയത്. എന്തായാലും വനിതാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നയിക്കുന്ന ഗ്രാമപഞ്ചായത്തിലാണ് വനിതാ സെക്രട്ടറിക്ക് ഇങ്ങനെയൊരു ദുരവസ്ഥയുണ്ടായത്. ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുന്ന ചിലർക്ക് അവർ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായ പോലെ തോന്നലുണ്ടായാൽ ഇതുപോലൊക്കെ ഉണ്ടാകുമെന്നാണ് പൊതുജനം പറയുന്നത്. 5 വർഷത്തേക്ക് അധികാരം ലഭിക്കുമ്പോൾ ഇതുപോലെ അഹങ്കരിക്കുന്നവർ MLAയോ MPയോ ആയാലത്തെ അവസ്ഥ എന്തായിരിക്കുമെന്നും പൊതുജനം പരിഹസിക്കുന്നു. കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കുളമാങ്കുഴി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കുളമാങ്കുഴി വാളറ മേഖലയിലുള്ള കർഷകർ നേര്യമംഗലം റേഞ്ച് ഓഫീസ് ഉപരോധിച്ചു. ഈ പ്രദേശത്ത് കാട്ടാനശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഏക്കർ കണക്കിലുള്ള കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചിരിക്കുന്നത്. പല പ്രാവശ്യം അധികൃതർക്ക് പരാതി അയച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണ് കർഷകർ ആരോപിക്കുന്നത്. ഇതേ തുടർന്നാണ് നേര്യമംഗലം റേഞ്ച് ഓഫീസ് ഉപരോധിച്ചത്. ഈ കമ്പനി ഞങ്ങൾ ലീസിന് കൊടുത്തേക്ക് സാറേ ഞാൻ പറഞ്ഞുതരാം. അതായത് 86-ല് വളരെ മറ്റേ കാഞ്ഞാട്ടേരുടെ അതായത് ബദരിപ്പള്ളിയുടെ അവിടെ നിന്ന് അക്കരയ്ക്ക് ലയം വെച്ചു. ഈ വലിച്ച സമയത്ത് ഫോറസ്റ്റ് വിലക്ക് കൊടുക്കുക. ഫോറസ്റ്റ് വിലക്ക് KC ബോർഡ് വിലക്ക് എടുക്കും. ഇതേ സാറേ ഫോറസ്റ്റിന് വില കൊടുത്തുകൊണ്ട് അപ്പോഴും അതിനകത്ത് RF ആണ് സ്റ്റാറ്റസ് മാറുന്നില്ല. അവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ KCBക്ക് എന്തെങ്കിലും KCBക്കാണല്ലോ കൊടുത്തത്. KCBക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ അത് അവരറിയിക്കും. അതല്ലാതെ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത് DFOയുടെ അടുത്ത് അപേക്ഷ കൊടുക്കണമെന്നാ പറഞ്ഞത്. എല്ലാ കാര്യവും ഞാൻ കറക്റ്റ് ആയിട്ടാ പറഞ്ഞത്. DFOയുടെ അടുത്ത് അപേക്ഷ കൊടുക്കാനാ പറഞ്ഞത്. കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരവേലി വാർഡിന്റെ ഭാഗമായ വാളറ, കുളമാങ്കുഴി, പാട്ടയിടമ്പ്, കമ്പലിയം പ്രദേശങ്ങളിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ്. അപ്പോൾ ഞങ്ങൾ 3ഓളം സമരങ്ങൾ നേര്യമംഗലം റേഞ്ച് ഓഫീസ് NH ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തിയിട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഫെൻസിങ് ഇടാമെന്ന് പറഞ്ഞ് എന്നും വന്ന് വലിയ റെഞ്ച് തത്തി തരാമെന്നും പറഞ്ഞു വന്ന് അളവെടുത്ത് പോകുമല്ലാണ്ട് ഈ 4 വർഷമായിട്ട് ഞങ്ങൾക്കൊരു സമരത്തിൽ ഇത് കിട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന ഭീകരനായ ഒരു ആന വന്നിട്ട് ഞങ്ങളുടെ കൃഷിയിടങ്ങൾ ഒന്നടങ്കം നശിപ്പിക്കുകയാണ്. അതായത് എല്ലാ സാധനവും കൊക്കോ, കുരുമുളക്, കാപ്പി, ജാതി എന്ന് വേണം നമുക്ക് കൃഷി ചെയ്യുന്ന ഒരു സാധനം നമുക്ക് കിട്ടാത്ത സാഹചര്യം ഉള്ളത്. അപ്പോൾ ഈ പിന്നെ രണ്ടാമത്തെ പ്രശ്നം കുറച്ച് ദിവസങ്ങളായിട്ട് ആളുകളെ ഓടിക്കുവാണ് ആന. അപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾക്ക് സ്കൂൾ തുറക്കുവാണെങ്കിൽ ഞങ്ങൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഈ പറഞ്ഞ ഒരു കിലോമീറ്ററോളം ഭാഗം നമുക്ക് ഈ ഫോറസ്റ്റ് കടന്നാണ് നമ്മൾ നേര്യമംഗലം, വാളറ, അടിമാലി ഭാഗത്തേക്ക് കുട്ടികൾ എത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാരണവശാലും കുട്ടികളെ ഇപ്പോൾ വിടാൻ പേടിയാണ്. കാരണം വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും വരുന്ന ആന വെളുപ്പിന് 7 മണി 8 മണിയായിട്ടാണ് ഈ പറമ്പിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ആറാട്ട് സംഘത്തെ നിയോഗിച്ച് ഞങ്ങൾ വിളിച്ചതിനനുസരിച്ച് ആറാട്ട് സംഘം വന്നു കഴിഞ്ഞപ്പോൾ ഈ ആന ആറാട്ട് സംഘം ആര് വന്നാലും പോകുന്നില്ല. അപ്പോൾ ഈ ആനയെ ഇവിടുന്ന് നമുക്ക് മയക്കുവെടി വെച്ച് സർക്കാർ
ഒന്നില്ലെങ്കിൽ ഉൾവനത്തിൽ എവിടെയും കൊണ്ടുവിടുക, അല്ലെങ്കിൽ സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് ഈ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണം. അതുവരെ ഞങ്ങൾ നേരിയ റേഞ്ച് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകില്ല എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കോതമംഗലം മേഖല വാർഷികം നടത്തി. ജില്ലാ പ്രസിഡന്റ് PK സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് A കുമാരൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി A കുമാരനും സെക്രട്ടറിയായി MI ആന്റണിയും ട്രഷററായി അനിൽ ഞാളുമടവും തിരഞ്ഞെടുക്കപ്പെട്ടു. സമ്മേളനത്തിൽ SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കോതമംഗലം മേഖല 40ാമത് വാർഷികം റൂബി ജൂബിലി സമ്മേളനമായി നടത്തി. ജില്ലാ പ്രസിഡന്റ് PK സുരേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സംഘടനയാണ് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ. അതിൻ്റെ 40ാമത് വാർഷിക സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. റൂബി ജൂബിലി സമ്മേളനമായിട്ടാണ് നടക്കുന്നത്. അച്ചടി രംഗത്തുള്ളവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അവരുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഈ വർഷം ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്നുണ്ട്. അർഹമായവർക്ക് ചികിത്സാ സഹായം നൽകുന്നുണ്ട്. മേഖലാ പ്രസിഡന്റ് A കുമാരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അനിൽ ഞാളുമടം, ജില്ലാ വൈസ് പ്രസിഡന്റ് NK പുരുഷോത്തമൻ, MI ആന്റണി, സുരേന്ദ്രൻ ആരവല്ലി, രാജേഷ് K നാഥ്, ഷാജു മത്തായി തുടങ്ങിയവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയിട്ടുള്ള അംഗങ്ങളുടെ കുട്ടികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. മേഖലാ ഭാരവാഹികളായി A സുകുമാരൻ, പ്രസിഡന്റ് MI ആന്റണി, സെക്രട്ടറി അനിൽ ഞാളുമടം, ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വാരപ്പെട്ടിയിൽ സ്മാർട്ട് അംഗനവാടിയിൽ കുട്ടികളുടെ യാത്രയയപ്പും വാർഡിൽ നിന്നും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കായുള്ള അവാർഡ് ദാനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. വാരപ്പെട്ടി കവലയിൽ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിലുള്ള സ്മാർട്ട് അംഗൻവാടിയിലെ കുട്ടികളുടെ യാത്രയയപ്പും ഈ വാർഡിൽ നിന്നുള്ള SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഈ കുട്ടികളുടെ ഭാവിയിൽ അഭാണ്ടാളൊന്നും ആവുകയില്ല. കേരളത്തിൽ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലെങ്കിൽ അപ്പനെ അമ്മയും വിടുന്ന മക്കൾ കേരളത്തിലുണ്ടാകുമ്പോൾ സ്വപ്നത്തിൽ പോലും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരാണ് കൂടുതൽ വന്നിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ദയവായി നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണം. കാരണം നമ്മൾ വിവേകം പറഞ്ഞു കൊടുത്താൽ, നമ്മൾ നന്മയും തിന്മയും എന്താണെന്ന് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമാണ് അവർക്കത് മനസ്സിലാവും. ഇപ്പോൾ സംഭവിക്കുന്ന ചെയ്യുന്ന കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നതിന് കുട്ടി വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എനിക്കുള്ളതാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. റാണിക്കുട്ടി ജോർജ്, ചന്ദ്രശേഖരൻ നായർ, ബിന്ദു ശശി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അംഗൻവാടി ടീച്ചർ സുമ PK, അംഗൻവാടി കമ്മിറ്റി അംഗം ജിനി, രഞ്ജു പോൾ, ഷംജൽ PM, സിന്ധു ബിജു, അനീറ്റ എൽദോസ്, രഞ്ജു പോൾ, ശൈല സുഗണൻ, ജിസ് PS തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വാരപ്പെട്ടി. 28 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PA സബീർ മുഹമ്മദിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AB തോമസ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയായിരിക്കെ കഴിഞ്ഞ 28 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന PM സബീർ മുഹമ്മദിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പൊരുക്കി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. 28 വർഷങ്ങൾക്ക് മുൻപ് BO ആയിട്ട് ഒരു ഗവൺമെന്റ് സർവീസിൽ പ്രവേശിച്ച് ഇന്ന് VDO റിട്ടയർഡ് ചെയ്യുമ്പോൾ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു റിട്ടയർമെന്റ് ആണ്. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന്റെ പിതാവ് VDO ആയിട്ടാണ് റിട്ടയർമെന്റ് ചെയ്തത്. അമ്മ കോടതിയിൽ ജീവനക്കാരി, കുടുംബമാണെങ്കിലും ടീച്ചർ, സ്കൂൾ അധ്യാപികയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഗവൺമെന്റ് ജീവനക്കാരുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് സാറിന്റെ ജീവിതത്തിൽ ഉണ്ട്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AB തോമസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിബിച്ചൻ തോമസ്, ഡിറ്റാജ് ജോസഫ്, ബിനോയ് വർക്കി, ഉഷ മോഹൻ, ഡോളി സുനിൽ, കുമാരി സാന്ദ്രാമോൾ ജിന്നി, റിൻഡമോൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. യാത്രയയപ്പ് സമ്മേളനത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സർവീസിൽ നിന്നും വിരമിക്കുന്ന BDO PM മുഹമ്മദ് സബീർ മറുപടി പ്രസംഗം നടത്തി.
ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ കാർ സ്ക്രീൻ ഫെസ്റ്റിനോടനുബന്ധിച്ച് കർഷക സംഗമം നടന്നു. കർഷകരായ ജോൺസൺ പൊട്ടനാനിക്കൽ, ഷിബു പറയിടം, ജോണി മുതലക്കുഴി, ജോണി നീറമ്പുഴ, സോഫി ജോൺ ഏഴാനിക്കാട്ട്, സാബു പൊട്ടനാനിക്കൽ, ജിജി മാത്യു കളപ്പുരയിൽ, ഷാഗുൽ ഹമീദ് തിമ്മലിൽ തുടങ്ങിയവർ അനുഭവങ്ങൾ പങ്കുവച്ചു. കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കലും ഭാരവാഹികളും നേതൃത്വം നൽകി. ചേനയുടെ ഡിമാൻഡിനെ പറ്റി എനിക്ക് മനസ്സിലായത് കേരളത്തിൻ്റെ നാനാ ഭാഗത്തുനിന്നും എന്നെ വിളിക്കുന്നു. ഇന്നും വിളിച്ചിട്ടുണ്ട്. മനോരമയിലെ കർഷകൻ മാസികയിൽ എൻ്റെ പടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരമാണ് ഇതിൻ്റെ വില എന്നാണെന്ന് എനിക്ക് മനസ്സിലായത്. എന്നെ ഇതിൽ കൂടുതൽ പ്രചോദനം തന്നത് എൻ്റെ അനിയൻ്റെ റബ്ബർ തോട്ടത്തിൽ തടി കച്ചവടത്തിന് വന്ന് കോതമംഗലംകാരനായ ഒരു തടി കച്ചവടക്കാരനാണ് ആദ്യം എനിക്കൊരു ചിക്കൻ സ്റ്റാളുണ്ട് വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അകലെ. അവിടെ വന്ന് എനിക്ക് ഷെയ്ക്കാൻഡ് തന്നു. ഇയാളെ അംഗീകരിച്ചിരിക്കുന്നു, ഇയാളൊരു നല്ല കൃഷിക്കാരനാണെന്ന് പറഞ്ഞു. ഞാൻ എന്നെ കേട്ടാന്ന് ചോദിച്ചു. ഇത്രയധികം ചേന നടന്ന ഒരു കൃഷിക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. കോതമംഗലത്ത് നിന്ന് ഏഴൂർ തടി മേടിക്കാൻ വന്ന ഒരു തടി കോൺട്രാക്ടർ വന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആന്റണി സാറിനെ വിളിച്ചു. സാറേ, ഇങ്ങനെ ഒരു സംഭവം നടന്നല്ലോ. എന്നാൽ ഞാൻ വരുക സാർ. എൻ്റെ കൃഷിയുടെ എല്ലാം വന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലോക്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെയുള്ള എല്ലാവരെയും സംഘടിപ്പിച്ച് ചെറിയൊരു പരിപാടി നടത്തി. അതോടുകൂടി വൈറലായി. പിന്നെ വിളവെടുപ്പിന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ ഒത്തിരി വന്നതോടുകൂടി എനിക്ക് കൂടുതൽ കരമായി. അങ്ങനെ ഈ തുക ഞാൻ 3000 എന്നുള്ളത് 4000 കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷി ലാഭം അല്ലെങ്കിൽ നമ്മൾ സ്വന്തം അധ്വാനിക്കണം. അല്ലാതെ കൂലിക്കാരെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞാൽ മുമ്പോട്ട് പോകില്ല. അതുപോലെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പണിയെടുത്താൽ ഇപ്പം തന്നെ കൂലി കിട്ടണം എന്നുള്ള ചിന്താഗതിയാണ്. അതുകൊണ്ടാണ് ചെറുപ്പക്കാർ മുഴുവൻ കൃഷിയിൽ നിന്ന് മാറിപ്പോകുന്നത്. 15,000 രൂപ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഷീറ്റ് കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ തിരിച്ചിലും മറിച്ചിലും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 9,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ കൂടുതൽ നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ റബ്ബർ ഷീറ്റിൻ്റെ പരിപാടി അവിടെ അവസാനിപ്പിച്ചിട്ട് വീണ്ടും ചണ്ടിയാക്കി മാറ്റി അതും ഈ പറഞ്ഞ പോലെ നമ്മൾ കടയിൽ എത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അധ്വാനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ അതിനകത്ത് വെട്ടുപോളുണ്ട്, മണ്ണുണ്ട്, പൂപ്പലുണ്ട്, ഇങ്ങനെയുള്ള പല കാരണങ്ങളൊക്കെ പറഞ്ഞ് അവർ വില അങ്ങ് കുറയ്ക്കുക. അങ്ങനെ ആയി മടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു, ഇനി ഇത് നമ്മൾ കൊടുക്കുന്ന ആ 1-2 കടക്കാരല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരല്ലാതെ നമുക്ക് അല്ലെങ്കിൽ നമ്മളുമായിട്ട് നമ്മുടെ അയൽവക്കക്കാർക്കോ ആർക്കും ഇതുമായിട്ട് നന്നാകാൻ പറ്റുകയില്ല. ഈ ഒരു കച്ചവടക്കാരല്ലാതെ അവർ നന്നാവുന്നില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി ഏതായാലും ഇതുമായിട്ട് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ റബ്ബർ വെട്ടിക്കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് മണ്ണെടുത്തൊക്കെ ഒന്ന് ലെവലൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഏതായാലും മണ്ണെടുക്കൽ കുറച്ച് താമസിച്ചു പോയി. അപ്പോൾ ഈ റബ്ബറിന് വളക്കുഴി എടുത്തിട്ട് അതിൽ ആട്ടുംകാഷ്ടവും ചാണാനും ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഈ കാട് കയറി കിടന്നതിനകത്ത് ഞാൻ ആദ്യം കൊണ്ടുപോയി കുറച്ച് കുമ്പളവും കുറച്ച് മത്തനും കുറച്ച് വെള്ളിരി ഇതിൻ്റെ കാട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ കുരുവെല്ലാം മേടിച്ചത്. ആ കുഴി കൂടെ കൊണ്ടുപോയി ഇതെല്ലാം കൂടെ ഇട്ട് മുളച്ച് ഇത് കയറി കാച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് ഓണത്തിൻ്റെ സീസണായി കഴിഞ്ഞപ്പോൾ നമ്മളിത് പറിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പൈസ നമുക്ക് കിട്ടിയത്. ചുമ്മാ കാട്ടിൽ നിന്ന് ഈ സാധനം പറിച്ചുകൊണ്ട് കൊടുത്തിട്ട് 10-15 രൂപ 15,000 രൂപയോളം എനിക്ക് ഈ കുമ്പളങ്ങയും മത്തങ്ങയും വെള്ളിരിയും എല്ലാം കൂടി പറിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഏതായാലും കൃഷി തന്നെയാണ് നമുക്ക് എപ്പോഴും രക്ഷ എന്നല്ലാതെ വേറെ ബിസിനസ്സിലേക്ക് പോയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. അപ്പോൾ ഞാൻ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ എന്താണേലും കുറച്ച് പൈസ ഉണ്ടാവും. ഈ പൈസ കൊണ്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു 6 മാസം കൊണ്ട് മറ്റുള്ള ആൾക്കാർ നമ്മളെ തിന്നു നശിപ്പിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പം കടയിൽ നിന്ന് സാധനം കടം ചോദിച്ചു കഴിയുമ്പോൾ ഏതായാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്താൽ ഒരു 6 മാസം കൊണ്ട് നമ്മുടെ കട വെളുത്ത് വരും.
എന്തിനാ ഇത്ര പാടുപെടാൻ പോകണമെന്ന് കരുതി ഞാൻ ആദ്യം ഒരു 100 കോഴീനെ വളർത്താനുള്ള ഒരു ഷെഡുണ്ടാക്കി. ഈ കോഴീനെ വളർക്കണമെന്ന് വെച്ചാൽ കോഴി നേരത്തെ മുതൽ എനിക്കൊരു വീക്ക്നെസ്സാണ്. അതിൻ്റെ മുട്ട ഇടുമ്പോൾ മുട്ട വറക്കാനും അതൊക്കെ നോക്കിയെടുക്കാനൊക്കെ ഒരു വീക്ക്നെസ്സായിരുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്പം മുതലേ വീട്ടിൽ കോഴിയുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിലും വീട്ടിൽ കോഴിയുണ്ട്. അപ്പം ആനന്ദ് സാറ് കാർഡ്സ് ഇവിടെ തുടങ്ങി 2001 കാർഡ്സ് തുടങ്ങിയത് എൻ്റെ ഓർമ്മ. ഏതായാലും ഞാനൊരു 2005-06 കാലഘട്ടം മുതൽ ഈ കാർഡ്സിൽ മുട്ട കൊടുക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ന്യായമായ ഒരു വില നമുക്ക് കിട്ടുന്നുണ്ട്. കടയിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് 2 രൂപ അല്ലെങ്കിൽ 3 രൂപ വില കിട്ടുമ്പോഴത്തേക്കും സാറിൻ്റെ അടുത്ത് നമ്മൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ 3.5 രൂപ 4 രൂപ 5 രൂപ ഇങ്ങനെയുള്ള വിലകൾ അന്ന് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോഴും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. മണി പ്ലാന്റ്സ്, ഇപ്പോൾ പറഞ്ഞ CC പ്ലാന്റ്സ്, പീസ് ലില്ലി അല്ലേ, ഇങ്ങനെ കുറേ ഉണ്ട്. അതിലിവിടെ പറഞ്ഞു ഈ പീസ് ലില്ലി എന്ന് പറയുന്നത് നാസ അംഗീകരിച്ച ഏറ്റവും നല്ല എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ്. ഈ പീസ് ലില്ലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന് സാധാരണ പൊതുവേ ഇൻഡോർ പ്ലാന്റ്സിന് അധികം ഫ്ലവറിങ് അല്ല, കാരണം നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിലേ ഫ്ലവർ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഈ പീസ് ലില്ലി മാത്രം നല്ല ഫ്ലവറിങ് പ്ലാന്റ് കൂടെയാണ്. നല്ല മനോഹരമായ ഈ പീസ് ലില്ലി തന്നെ 2-3 തരമുണ്ട്. ഈ ഫ്ലവർ ഇങ്ങനെ കമന്നിരിക്കുന്ന ടൈപ്പുണ്ട്, നേരെ ഇരിക്കുന്ന ടൈപ്പുണ്ട്, തീരെ എന്താ പറയുക തീരെ ചെറുതുണ്ടല്ലോ, ചെറിയ ലീഫുള്ളത് അതുകൊണ്ട്. അപ്പോൾ 3 തരം നമ്മൾ പൊതുവേ കാണുന്ന പീസ് ലില്ലിയിലാണ് ഞാൻ പറഞ്ഞത്. അതിൽ ചെറിയ ലീഫുണ്ട്, വലിയ ലീഫുണ്ട്, അങ്ങനെ ഡാർക്ക് ഗ്രീനുള്ള. ഇവിടെ ഞാനിവിടെ വെച്ചിരിക്കുന്ന സ്റ്റാളിൽ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇങ്ങനെ അനിൽ സാർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവിടെ സ്റ്റാള് ഞാൻ സെറ്റ് ചെയ്തതാണ്. കാരണം നമുക്കറിയാം ഒരു ചെറിയ ഒരു സ്ഥലത്ത് നമുക്ക് അത്രമാത്രം സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. തന്നെയല്ല എത്ര ഇൻഡോർ പ്ലാന്റ് എന്ന് നമ്മൾ പറഞ്ഞാലും നമ്മൾ ഈ പെരയ്ക്കകത്ത് ഒരു വെളിച്ചമില്ലാത്തടത്ത് കൊണ്ടു വെച്ചാൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ് എന്താ സംഭവിക്കുക? ഒരാഴ്ച ആ ഇരുട്ടത്തിരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ പണി തീരും. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാലും ഇൻഡയറക്റ്റ് സൺലൈറ്റ് അവർക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ പുതിയ വീടുകളിലൊക്കെ നല്ല സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പഴയ വീടുകളിലൊക്കെ നമുക്ക് അത്ര സെറ്റപ്പ് ഒന്നുമില്ല. അപ്പം നമ്മൾ ജനലിൻ്റെ സൈഡിൽ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ചയിൽ 1 എടുത്ത് പുറത്ത് വെച്ച് അവന് സൺലൈറ്റ്, അതായത് രാവിലെയുള്ളതോ വൈകുന്നേരമുള്ളതോ ഉച്ചയ്ക്കുള്ള ലൈറ്റ് കൊണ്ടാൽ അവർ വാടിക്കരിഞ്ഞു പോകും. ഞാൻ കൃഷിയെ ഇവരൊക്കെ നിർവചിച്ചതിന് വ്യത്യസ്തമായിട്ടൊന്ന് നിർവചിക്കുകയാണ്. കൃഷി ഒരു സംസ്കാരമാണ്. ആഹാര സമ്പാദന ഉപാധിയാണ്, അല്ലേ? ബുദ്ധിയുടെ പരിണാമ വികാസ പ്രക്രിയയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷി ഒരു സംസ്കാരമാണ്. ഞാൻ ഏതാണ്ട് ഒരു 80-81 കാലഘട്ടത്തിൽ ഡിഗ്രി കഴിഞ്ഞാണ്. ഇന്നിപ്പോൾ 69 വയസ്സ് പൂർത്തിയായ ആളാണ്. നിലവിൽ ഇതുവരെയും മറ്റു രോഗങ്ങളൊന്നും ഈ നിമിഷം വരെയും മറ്റു ഷുഗർ, കൊളസ്ട്രോൾ ഇതൊന്നും പിടിക്കാതെ ജീവിച്ചു പോകുന്ന വളരെ ഭംഗിയായിട്ട് ഏകദേശം ഒരു 14 മണിക്കൂർ സമയമാണ് എൻ്റെ അധ്വാന സമയം. രാത്രി ചിലപ്പോൾ ഒരു 11 മണി വരെയൊക്കെ തന്നെ വീടിൻ്റെ പരിസരത്തൊക്കെയുള്ള കൃഷികളെല്ലാം നോക്കി അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ 1 മിനിറ്റ് പോലും നമുക്ക് സമയം വേസ്റ്റ് ആക്കാനില്ല. നമുക്ക് സമയമില്ല എന്ന് ആര് പറഞ്ഞാലും തെറ്റ്. കൃഷിഭവനിൽ ഏതാണ്ടൊരു കാർഷിക വികസന സമിതി അംഗമായിട്ട് ഒരു 18 വർഷം പൂർത്തീകരിച്ചു. ഇപ്പോഴും അത് തുടർന്നു പോകുന്നു. ജലനിധി എന്ന് പറഞ്ഞ പദ്ധതിയുടെ പ്രസിഡൻ്റായിട്ട് തുടരുന്നു. അങ്ങനെ ഒരു 5-6 കൃഷി ഡിപ്പാർട്ട്മെൻറ്റും കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. എല്ലാം കൂടി പല പരിപാടികളായിട്ട് ഈ പരിപാടികൾ മുഴുവൻ ഇന്നും 69-ാം വയസ്സിലും അനായാസം എനിക്ക് ഓടിച്ചത്. പിന്നെ അതിനകത്തുള്ള പ്രധാന കാര്യം ഞാൻ പറഞ്ഞു വന്നത് കഴിക്കുന്ന ഭക്ഷണം വിഷമില്ലാത്തതും പോഷക സമൃദ്ധവുമായ ഭക്ഷണം നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ 95% ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെ ആക്കിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള വിശദീകരിക്കാൻ പറ്റിയ ഒരു സാഹചര്യമോ ഒരു സദസ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷമല്ല എന്ന് മനസ്സിലാക്കുന്നത് ഞാനത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ ഏതായാലും നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ വിഷമാണ്. കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, കഴിക്കുന്ന ഭക്ഷണം, ഇത് മുഴുവൻ വിഷാംശമാണ്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിമണ്ണൂർ കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് അവാർഡ് വിതരണം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് വണ്ണപ്പുറം മണ്ഡലം കൺവെൻഷനും കുടുംബ സംഗമവും നടത്തി. VJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ ആദ്യ സ്മാർട്ട് കൃഷിഭവൻ വണ്ണപ്പുറത്ത് ഉദ്ഘാടനത്തിന് സജ്ജമായി. തൊടുപുഴ അലസർ ഡെന്റൽ കോളേജിന്റെ നേതൃത്വത്തിൽ ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന വനിതാ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് യാത്രയയപ്പ് നൽകുന്നതിന്റെ പേരിലും ജനപ്രതിനിധികൾ തമ്മിൽ ഭിന്നത. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.